പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായമല്ലേ ജനവികാരം പ്രതിഫലിക്കുന്നതെന്നാണ് എന്റെ സംശയം. ഡൽഹിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പാർലമെന്ററി പാർട്ടിയിലെ ജനവികാരം കണക്കിലെടുത്തിട്ടാണോ നിങ്ങൾ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണോ തിരഞ്ഞെടുപ്പ് നേരിട്ടത്? നിഷ, ഞാനതാണ് പറഞ്ഞത്. ഓരോ പാർട്ടിയും അവലംബിക്കുന്ന ഓരോ രീതി ഉണ്ടല്ലോ. നിങ്ങൾ ആ രീതി അവലംബിച്ചോളൂ. നിങ്ങൾക്ക് ഏകപക്ഷീയമായ ആരോട് ചോദിക്കാതെ വി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലിനെ ആരെയും തീരുമാനിക്കാമായിരുന്നല്ലോ. നിങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ വോട്ടെടുപ്പ് നടത്തി അവരുടെ അഭിപ്രായം തേടിയപ്പോൾ എന്താണ് അവസ്ഥ? വി ഡി സതീശന് പിന്തുണയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞിട്ടില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടന്നത് എന്നതിന്റെ ലക്ഷണം ഇന്നത്തെ തെരുവുകളിൽ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ തെരുവിൽ കണ്ട ഒരു നേതാവിന് അനുകൂലമായ പ്രകടനത്തിന്റെ എന്ത് കുഴപ്പമാണ് സന്ദീപ് വാചസ്പതിയും ബി ജെ പിയും കാണുന്നത്? അല്ല, വി ഡി സതീശനെ അനുകൂലിക്കുന്നതിനകത്തോ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നതിനകത്തോ അല്ലല്ലോ പ്രശ്നം. ഇന്ന് തൊടുപുഴയിൽ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? നിഷയുടെ ചാനലിൽ ആ വിഷ്വലുണ്ടല്ലോ, അതൊന്ന് കേൾപ്പിക്കൂ. ഇടുക്കി തൊടുപുഴയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രകോപന മുദ്രാവാക്യം കേരള നാട് ലീഗ് ഭരിക്കും, കേരള മണ്ണിലെ നിയമങ്ങൾ ലീഗ് പറയും എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ആഹ്ലാദ പ്രകടനം. ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനെതിരെയും ജി സുകുമാരൻ നായർക്കെതിരെയും ലീഗ് പ്രവർത്തകർ അസഭ്യവർഷം നടത്തി. എന്തിനാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്? സ്വന്തം നേതാവിന് ജയ് വിളിച്ചുകൊള്ളൂ. നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടായി, ആയിക്കോട്ടെ. അപ്പോ ആരാണത് വിളിക്കുന്നത്? സ്വാഭാവികമല്ലേ സന്ദീപ്? അഭിപ്രായം പറയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തിരിച്ചും പ്രതീക്ഷിക്കണ്ടേ? അത് സ്വാഭാവികമല്ലേ? അല്ല, പ്രതീക്ഷിച്ചോട്ടെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആരാണ് വിളിച്ചത്? അതിന്റെ സാങ്കത്യം എന്താണ്? ഇതിനു മുൻപ് പ്രസംഗിച്ച ചില കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നിഷ നമുക്കതിൽ അസ്വാഭാവികത ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കേട് മുസ്ലിങ്ങൾക്ക് വേണ്ടി തീർത്തിട്ട് വേണം നമ്മൾ അടുത്ത UDF ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചത് കെ എം ഷാജി അല്ലേ? പറഞ്ഞിട്ടില്ല. മതമാണ് പ്രശ്നമെന്ന് പ്രസംഗിച്ചത് കെ എം ഷാജി അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിന് സമുദായത്തിന് വേണ്ടി വേണം ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചതിന് ശേഷം തെരുവിൽ ഇത് നടത്തുമ്പോഴുണ്ടാകുന്ന അസ്വാഭാവികതയെ പറ്റി ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ഇതൊന്നും പൂർണ്ണമായി സ്ത്രീകളുടെ കെട്ടുതാലി പൊട്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്? ആരാണ് ഈ രാജ്യത്ത് മതം പറയാതെ പ്രസംഗിക്കുന്നവർ തെരഞ്ഞെടുപ്പ് റാലികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ? ശ്രീ സന്ദീപ് സ്ത്രീകളുടെ കെട്ടുതാലി വരെ പണയം വെക്കേണ്ടി വരും എന്ന് പറയുന്നത് വർഗീയതയാണോ? അല്ല, നിശ്ചയം തന്നെ രണ്ടും തമ്മിൽ കോയിൻ ചെയ്തെനിക്ക് മനസ്സിലായില്ല. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് BJP ഭരിക്കുന്നത് BJP പറഞ്ഞോ? നിങ്ങൾ കാണിക്കൂ. അല്ലെ നിഷ, വെറുതെ വന്നിരുന്ന് അങ്ങ് സാമീകരിക്കാതെ. എവിടെയാ BJP പ്രസംഗിച്ചിട്ടുള്ളത്? BJP ഭരിക്കാൻ പോകുന്നത് കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചു, ഞങ്ങൾ പ്രതിപക്ഷ എന്ന് പറഞ്ഞു എന്നല്ല. നീ ഒന്നും പണയണ്ട. ഇത് കേരളത്തിന്റെ തെരുവുകളിൽ ഇന്ന് ഉയർന്ന മുദ്രാവാക്യത്തെ പറ്റിയേ പറഞ്ഞുള്ളൂ. ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും സമ്മർദ്ദം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ? RSPയുടെ പിന്തുണ, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ, ഇതൊക്കെ വി ഡി സതീശൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണയിലും RSPയുടെ പിന്തുണയിലും നിങ്ങൾക്ക് പ്രശ്നമില്ല, മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമാണ് പ്രശ്നം. അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ശ്രീ സന്ദീപ് വാചസ്പതി? കേരള കോൺഗ്രസ് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. RSP ഏതെങ്കിലും ജാതിക്കോ മതത്തിനു വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിച്ചത് ലീഗാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ അസ്വാഭാവികത ഉള്ളത്. അതാണ് ഞങ്ങളുടെ ആശങ്ക. അങ്ങനെ പറഞ്ഞതാണ് ആശങ്ക. മതത്തിന് വേണ്ടി അധികാരം പിടിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് എവിടെയാണ് ഔദ്യോഗികമായി പറഞ്ഞത്? മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ്
ജമാഅത്തെ മുസ്ലിം ലീഗ് പറഞ്ഞ KM ഷാജിയുടെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇത്തവണ ആർക്കായിരുന്നു? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2047 ആകുമ്പോൾ ഇന്ത്യ എന്താക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട്? അതും കൂടെ പറയും നിഷ. കുട്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ശ്രീമാൻ VD സതീശനല്ലേ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്തത് ശ്രീമാൻ VD സതീശനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു എന്ന്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ എന്തായിരുന്നു? വയനാട്ടിൽ ഇംഗ്ലീഷിലല്ലേ പോസ്റ്റർ വന്നത്? രാഹുലിനും പ്രിയങ്കയ്ക്കും ഇനി കേരളത്തിൽ കാല് കുത്താൻ പറ്റില്ല, വയനാടിനെ നിങ്ങൾ മറന്നേക്കൂ ആയില്ലേ? ഇംഗ്ലീഷിൽ പോസ്റ്റർ എഴുതിയത് കൊണ്ട് എന്താണ് എനിക്ക് മനസ്സിലായില്ല സന്ദീപ് എന്താണ് ഉദ്ദേശിച്ചത്? ആർക്ക് മനസ്സിലാകാനാണ് ഇംഗ്ലീഷിൽ പോസ്റ്റർ അതെ, എല്ലാ നേതാക്കൾക്കുമെതിരെ പ്രതിഷേധമുണ്ടായി. ഇംഗ്ലീഷിൽ ആരെഴുതിയെന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാ നേതാക്കൾക്ക് അങ്ങനെ അല്ലല്ലോ. അല്ല, ആരെഴുതിയെന്ന് കോൺഗ്രസ്സുകാർ കണ്ടുപിടിക്കണം. എന്തായാലും BJP-കാർ വെച്ചിട്ടില്ല, CPM-മാർ വെച്ചിട്ടുണ്ടോ അവരോട് ചോദിക്കണം.